ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4Techന്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ ബാംഗ്ലൂരു വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. വീഡിയോ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത്. സോ തീർച്ചയായിട്ടും ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മത്സരം നോക്കുന്ന സമയത്ത് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ബാംഗ്ലൂരു തമ്മിലുള്ള മത്സരം നടക്കുന്നത് ഏപ്രിൽ 6 തീയതി കൃത്യം 7:30 നമ്മുടെ മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ്. അതായത് നമ്മുടെ ജയ്പൂർ രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടാണ് ഒരു പെർഫോമൻസും നമുക്കൊന്ന് അവിടുന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സ്റ്റേഡിയത്തെ പറ്റി പറയുന്ന സമയത്ത് ബാലൻസ്ഡ് ട്രാക്കാണ്. സോ ഈക്വൽ ടു ബാറ്റിംഗ് ആൻഡ് ബൗളേഴ്സിന് ഈക്വൽ ആയിട്ട് ബാലൻസ് ചെയ്യുന്ന ഒരു ഇതാണ്. ബാറ്റിംഗ് അത്യാവശ്യം നല്ല റൺസ് വരാറുണ്ട്. വിക്കറ്റ് ആണെങ്കിൽ കൂടുതലും ഫാസ്റ്റ് ബൗളേഴ്സാണ് ഇവിടെ വിക്കറ്റും എടുക്കാറുള്ളത്. ഓക്കെ, ചേസിങ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ ഒരു വെന്യൂവിലൊക്കെ പറയുന്നത്. നമുക്ക് മറ്റ് സ്റ്റാറ്റ്സ്, അതായത് ഈ ഒരു പിച്ചിന് മറ്റ് സ്റ്റാറ്റ്സ് നോക്കുന്നതിന് മുന്നേ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു പെർഫോമൻസിൻ്റെ സ്കോർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ക്യാപ്ചർ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ബാക്കി സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അതിനായിട്ട് ഞാൻ റീസെൻ്റ് നടന്ന കുറച്ച് പെർഫോമൻസ് ആണ് എടുത്ത് നോക്കാൻ പോകുന്നത്. നമ്മുടെ രാജസ്ഥാൻ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് രാജസ്ഥാൻ്റെ കുറച്ച് മത്സരങ്ങൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സംഭവം കിട്ടും. ഓക്കെ, നെറ്റ് കുറച്ച് ഷോക്കാണ് ഗൈസ്. വൈഫൈ ഫുൾ റേഞ്ചിൽ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തുവാ ഇത്? ഇതിലും ഭേദം എൻ്റെ നെറ്റാ. ഓക്കെ, നമ്മുടെ ഡീറ്റെയിൽസ് വരെ നോക്കാം. ഇതവിടെ റിസൾട്ടിൽ നോക്കിയാൽ മതി. രാജസ്ഥാൻ റോയൽസ് തമ്മിൽ കളിച്ച മത്സരമാണ്. രാജസ്ഥാൻ റോയൽസ് വാങ്കഡയിലായിരുന്നു നടന്നത്. നമ്മുടെ ഡൽഹി വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിൽ കളിച്ച മത്സരമായിരുന്നു. 28 തീയതി ആയിരുന്നു കേട്ടോ ആ ഒരു മത്സരം നടന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിനായിരുന്നു. 185 റൺസാണ് അവർ സ്കോർ ചെയ്തത്, 5 വിക്കറ്റ് നഷ്ടത്തിൽ. സെക്കൻഡ് ബാറ്റിംഗ് നമ്മുടെ ഡൽഹി ആയിരുന്നു. 173 റൺസാണ് എടുത്തത്, 5 വിക്കറ്റ് നഷ്ടത്തിൽ. ഞാൻ പറഞ്ഞില്ല ചേസിങ് കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന്. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ രാജസ്ഥാൻ ആയതുകൊണ്ട് ടോപ്പ് ഓർഡർ കുറച്ച് ഫ്ലോപ്പ് ആയെങ്കിലും മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരാണ് അത്യാവശ്യം സ്കോർ ചെയ്തത്. നമ്മുടെ റിയാൻ പരാഗ് 84 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. രവിചന്ദ്ര അശ്വിൻ 29 റൺസ്, നമ്മുടെ ധ്രുവ് ജുവൽ 20 റൺസൊക്കെയാണ് നമ്മൾ സ്കോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വിക്കറ്റ് ടേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബോളേഴ്സും മെയിൻ ബോളേഴ്സായ 5 ബോളേഴ്സ് ഓരോ വിക്കറ്റ്സാണ് എടുത്തിട്ടുള്ളത്. ഖലീൽ അഹമ്മദ്, മുകേഷ് കുമാർ, നോർട്ടേജ്, കുൽദീപ് യാദവ്, അസ്തർ പട്ടേൽ എല്ലാവരും ഓരോ വിക്കറ്റാണ്. 3 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 2 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതേസമയം ഡീസിലോട്ട് കിടക്കുന്ന സമയത്ത് ഓപ്പണിംഗ് കുറച്ച് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും മിഡിൽ ഓർഡറിലും നല്ലൊരു പെർഫോമൻസ് ആണ്. ഓപ്പണിങ്ങും പ്ലസ് ഓപ്പണിങ്ങിൽ 2 പേരുണ്ടെങ്കിൽ അതിലൊരാൾ നന്നായി കളിച്ചു. അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ ഇറങ്ങുന്ന ഒരു ബാറ്റ്സ്മാൻ അത്യാവശ്യം സ്കോർ ചെയ്തിട്ടുണ്ട്. ട്രിസ്റ്റൻ സ്റ്റബ്സ് ഏകദേശം 44 റൺസാണ്. അതുപോലെ തന്നെ ഡേവിഡ് വാർണർ 49 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. ഇതിൽ വിക്കറ്റ് ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബർഗറാണ് 2 വിക്കറ്റാണ് അദ്ദേഹം ടേക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചഹൽ 2 വിക്കറ്റും ആവേശ് ഖാൻ 1 വിക്കറ്റുമാണ്. അപ്പോൾ ടോട്ടലി 6 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 4 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് ഇവിടെ ഈ റീസൺ എന്ന പെർഫോമൻസ് വൈസ് നമുക്ക് കാണാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി. 6 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 3 വിക്കറ്റ് സ്പിന്നറുമാണ് 4 വിക്കറ്റ് സ്പിന്നറുമാണ് റീസൺ പെർഫോമൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ ചേസിങ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തെ പറ്റി പറയുന്ന സമയത്ത് 2023 സീസണിൽ ഏകദേശം 5 മത്സരം കളിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് 3 എണ്ണം, സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 2 എണ്ണമാണ്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 172 റണ്ണും ആവറേജ് സെക്കൻഡ് ഇന്നിംഗ് സ്കോർ 142 റൺസുമാണ്. ഹൈസ്റ്റ് സ്കോർ ചേസിന് നോക്കിയാൽ 217 റൺസ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരമായിരുന്നു. ഹൈസ്റ്റ് സ്കോർ ചേസ് ചെയ്ത് വിൻ ചെയ്തതാണ് കേട്ടോ അത്. ലോസ്റ്റ് സ്കോർ ഡിഫൈൻഡ് നോക്കിയാൽ നമ്മുടെ 59 റൺസിനുള്ള രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ബാംഗ്ലൂർ തമ്മിൽ കളിച്ചൊരു മത്സരമായിരുന്നു. വെതർ റിപ്പോർട്ട് 23 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ. റെയിൻ പോസിബിലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ അവിടെ ആവറേജ് സ്കോർ 160 എബോ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഫാസ്റ്റ് ബോളേഴ്സ് 352 വിക്കറ്റും സ്പിന്നേഴ്സ് 180 വിക്കറ്റ്സുമാണ് ടേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ പിച്ച് റിപ്പോർട്ടിനെ പറ്റി ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഹെഡ് ടു ഹെഡ് സ്റ്റാറ്റ്സ് പിച്ച് റിപ്പോർട്ടിൽ തന്നെ റീസെൻ്റ് നടന്ന കുറച്ച് പെർഫോമൻസിൽ വെച്ച് നോക്കുന്ന സമയത്ത് 54 ഇന്നിംഗ്സിൽ നിന്ന് 20 വിക്കറ്റ് ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തതും 34 വിക്കറ്റ് സെക്കൻഡ് ബാറ്റിംഗാണ് വിൻ ചെയ്തത്. ആവറേജ് സ്കോർ 160 അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാം. നല്ല കിഡിലൻ അടിപൊളിയായിട്ട് പൈസ എൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ
ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് പേര് ഡ്രീം ഇലവനിൽ ബോട്ടാണ് ക്യാഷ് ഒന്നും ആർക്കും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി കൂടെ കേട്ടോ ഈ ഒരു സംഭവം. ഇപ്പോൾ നമ്മൾ ഡ്രീം ഇലവൻ പോലെ തന്നെ കുബേര ഫാൻറ്റസി എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇവിടെ നമുക്ക് ഡ്രീം ഇലവനിലുള്ള പോലെ തന്നെ സെയിം കോൺടെസ്റ്റുകൾ ഇവിടെ ഉണ്ട്. ഡ്രീം ഇലവനെക്കാട്ടിലും എൻട്രി ഫീസ് കുറവും ഡ്രീം ഇലവനിലെ അതേ വിന്നിങ് എമൗണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഏകദേശം 299 രൂപ കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ വന്നതിന് വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യൂ ഓപ്ഷൻ എന്ന് വെച്ചാൽ 5 പ്ലേയേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ പിക്ക് ചെയ്തതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് വിന്നാകാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഓപ്പണൻറ്റ് രച്ചിൻ രവീന്ദ്രനെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ വേറെ ഗെയ്ക്വാഡാണെങ്കിൽ ഗെയ്ക്വാഡിനെ പിക്ക് ചെയ്യാം. അപ്പോൾ ഗെയ്ക്വാഡായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രച്ചിൻ രവീന്ദ്രനെക്കാട്ടിലും കൂടുതൽ പോയിന്റ് നമ്മളെടുത്ത് ഗെയ്ക്വാഡായി എടുത്തതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് വിനാകാൻ സാധിക്കും. സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു ഡ്യൂ ഓപ്ഷൻ. തീർച്ചയായിട്ടും നമ്മുടെ കുബേര ഫാൻറ്റസി ആപ്ലിക്കേഷൻ ഇതുവരെ ട്രൈ ചെയ്തതിന് തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിഷൻ 11 ട്രൈ ചെയ്യില്ലെങ്കിൽ വിഷൻ 11 ട്രൈ ചെയ്യണം. കാരണം മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഡ്രീം 11 പോലെ തന്നെ ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. 49 രൂപയ്ക്ക് 29 രൂപയ്ക്കൊക്കെ 5 രൂപയ്ക്കൊക്കെ GL ഉണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 30 ടീമൊക്കെ ഇട്ട് ഇറക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഡ്രീം 11ലേക്ക് 20 ടീമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ 3,91,000 പേരേ ഉള്ളൂ. 4 ലക്ഷം തന്നെ വെച്ചു. 4 ലക്ഷത്തിൽ ഫസ്റ്റ് വന്നതിന് 7 ലാക്കാണ് കിട്ടുന്നത്. നമ്മൾ ഡ്രീം ഇലവനിൽ 4 ലക്ഷത്തിൽ ഫസ്റ്റ് വന്നതിന് 10,000 രൂപയെ കിട്ടുള്ളൂ. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഡ്രീം ഇലവനിൽ ഇല്ലാത്ത ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റുകൾ ഇവിടെ ഉണ്ട്. 329 രൂപയ്ക്ക് നമ്മൾ ജോയിൻ ചെയ്തതിന് ഏകദേശം 50% ആൾക്കാർ വിന്നാകും. നമ്മൾ കൊടുത്തതിനേക്കാളും കുറച്ച് കൂടുതൽ എമൗണ്ട് തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെ ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ വിഷൻ 11. അതുപോലെ തന്നെ ഡെയിലി ഗീവേയും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു സ്പോർട്സ് ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. മറ്റൊരു കിഴിലിൻ്റെ ആപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. നമ്മൾ ആ ഒരു ഡ്രീം ഇലവനിൽ കുബേരയെ കണ്ട ആ ഒരു സെയിം ഡ്യൂ ഓപ്ഷനാണ്. തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സിലോ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ചോയ്സിലോ ട്രൈ ചെയ്യുക. കാരണം നോക്കി ഗാഡ്ജറ്റ്സ് ഒക്കെയാണ് ഗീവേ ആയിട്ട് കൊടുക്കുന്നത് ഇവർ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയും കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുബേര ഡ്യൂ ഓപ്ഷൻ കണ്ടില്ല, ആ ഒരു സെയിം സംഭവമാണ് ഇവിടെ കോപ്പ് എന്നാണ് അതിന് പേരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്യാത്തതിനെ തീർച്ചയായും ട്രൈ ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക, അല്ലാത്ത ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി പ്രോബബ്ലി പ്ലേയിങ്ങിനെ നോക്കാം. നമ്മുടെ രാജസ്ഥാൻ റോയൽസിൽ നോക്കിയാൽ ജയ്സ്വാൾ, ജോസ് ബട്ട്ലർ, അതുകൂടാതെ നമ്മുടെ റിയാൻ പരാഗ്, ഷിരോൺ ഹെറ്റ്മേ, ധ്രുവ് ജുവൽ, രവിചന്ദ്ര അശ്വിൻ, അതുപോലെ ആവേശ് ഖാൻ, ട്രെൻ ബോൾട്ട്, യുവരേന്ദ്ര ചഹൽ, സന്ദീപ് ശർമ്മ, ഇത്രയും പേരാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിലുള്ളത്. അതേസമയം നമ്മളെ ഇമ്പാക്ട് പ്ലെയറായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ജിറോ ഹിറ്റ്മേറിന് പകരം ബർഗറാണ് വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലോട്ട് നോക്കിയാൽ നമ്മുടെ ഫാഫ് ഡുപ്ലിസി, വിരാട് കോഹ്ലി, രാജിത് പടിദാർ, അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ, ക്യാമറോൺ ഗ്രീൻ, അഞ്ജു റാവട്ട്, അതുപോലെ തന്നെ ദിനേശ് കാർത്തിക്, മായങ്ക് ഡങ്കർ, മുഹമ്മദ് സിരാജ്, യാഷ് ടയാൽ, അതുപോലെ തന്നെ റൈസ് ട്രോഫി, ഇത്രയും പേരാണുള്ളത്. ഇതിൽ യാഷ് ടയാലിൻ്റെ സ്ഥാനത്ത് മാഫിൽ ലൂമർ വരാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹം ഒരു ഓൾറൗണ്ടറാണ്, കൂടുതലും ബാറ്റിംഗ് ആണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. കീ പ്ലേയേഴ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് റിയാൻ പരാഗ്, അതുപോലെ തന്നെ യുവരേന്ദ്ര ചഹാൽ, അതുപോലെ തന്നെ നമ്മുടെ വിരാട് കോഹ്ലി, ഗ്ലെൻ മാക്സ്വെൽ. ഇതിൽ മസ്റ്റ് പിക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ റിയാൻ പരാഗ് ആൻഡ് ഗ്ലെൻ മാക്സ്വെൽ. റീസെൻറ്റ് പെർഫോമൻസ് ഈസ് ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ടോപ്പ് പിക്കേഴ്സ് ബൈ H2H എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളെ രാജസ്ഥാൻ റോയൽസിലത്തെ ഒരു പ്ലെയർ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളെ ബാംഗ്ലൂരിലത്തെ ഒരു പ്ലെയർ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളെ രാജസ്ഥാനോടും കളിച്ചിട്ടുള്ള കുറച്ച് റെക്കോർഡ്സ് ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ നമ്മളിവിടെ എടുത്ത് പറയാൻ പോകുന്നത്. ജോസ് ബട്ട്ലർ 15 ഇന്നിങ്സാണ് എഗെയിൻസ്റ്റ് ബാംഗ്ലൂരിനോട് കളിച്ച് അദ്ദേഹം 416 റൺസ് സ്കോർ ചെയ്തിട്ട് പെർ മാച്ച് 35 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ ആയിട്ടുള്ളത്. അപ്പോൾ തന്നെ അടുത്തായിട്ട് റിയാൻ പരാഗാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് 4 ഇന്നിങ്സാണ് എഗെയിൻസ്റ്റ് ആയിട്ട് ബാംഗ്ലൂരിനോട് കളിച്ച് 106 റൺസാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. ആവറേജ് റൺസ് 35 റൺസാണ്. അതുപോലെ തന്നെ ധ്രുവ് ജുവൽ, അദ്ദേഹം 2 ഇന്നിങ്സാണ് എഗെയിൻസ്റ്റ് ആയിട്ട് ഇതുവരെ കളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്സ് നോക്കുമ്പോൾ 35 റൺസാണ് എടുത്തിട്ടുള്ളത്. ഷിരോൺ ഹെറ്റ്മേർ എഗെയിൻസ്റ്റ് ആയിട്ട് 8 മത്സരം കളിച്ചിട്ടുണ്ട്. നമ്മളെ ബാംഗ്ലൂരുമായിട്ട് അദ്ദേഹം 178 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. 44 റൺസാണ് പെർ മാച്ച് ആവറേജ് എഗെയിൻസ്റ്റ് ബാംഗ്ലൂരുമായിട്ട്. ഫാഫ് ഡുപ്ലിസി എഗെയിൻസ്റ്റ് രാജസ്ഥാൻ റോയൽസുമായിട്ട് 15 ഇന്നിങ്സ് ഏറ്റുമുട്ടി 481 റൺസ് എടുത്തിട്ടുണ്ട്. ഇതിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് 37 റൺസാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജിത് പടിദാർ എഗെയിൻസ്റ്റ് രാജസ്ഥാൻ റോയൽസുമായിട്ട് 2 ഇന്നിങ്സ് കളിച്ചും 74 റൺസ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു മാച്ച് ആവറേജ് 37 റൺസാണ്. അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ എഗെയിൻസ്റ്റ് രാജസ്ഥാൻ റോയൽസിനൂടെ 14 ഇന്നിങ്സ് ബാറ്റ് ചെയ്തിട്ടുണ്ട്. 403 റൺസാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. പെർ മാച്ച് 36 റൺസാണ് എഗെയിൻസ്റ്റ് രാജസ്ഥാൻ റോയൽസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആവറേജ്. അതുപോലെ തന്നെ ക്യാമറോൺ ഗ്രീൻ എഗെയിൻസ്റ്റ് ആയിട്ട്
രാജസ്ഥാൻ റോയൽസ് ആയിട്ട് ഒരു മത്സരം കളിച്ചിട്ടുണ്ട്, 44 റൺസ് എടുത്തുള്ള 44 റൺസ് തന്നെയാണ് ആവറേജ്. അഞ്ചു റാവട്ട് നോക്കുന്ന സമയത്ത് ആകെ 2 മത്സരമാണ് അഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ചിട്ടുള്ള 55 റൺസ് പെർ മാച്ച് ആവറേജും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ദിനേശ് കാർത്തിക് അഗെയിൻസ്റ്റ് 30 ഇന്നിംഗ്സ് രാജസ്ഥാൻ റോയൽസ് ഒരു കളിച്ചിട്ടുണ്ട്, 647 റൺസ് എടുത്ത് പെർ മാച്ച് 32 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ്. ഈ ഒരു പിച്ചിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ്സ് ഉള്ള പ്ലേയേഴ്സാണ് ഇനി നോക്കാൻ പോകുന്നത്. നമ്മുടെ ജയ്സ്വാളാണ് 11 ഇന്നിംഗ്സ് ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്, 320 റൺസ് 32 റൺസ് പെർ മാച്ച് ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ ജോസ് ബട്ട്ലർ 17 ഇന്നിംഗ്സ് ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്, 626 റൺസാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്, 45 റൺസ് പെർ മാച്ച് ആവറേജ് ഈ ഒരു ഗ്രൗണ്ടിലുണ്ട്. സഞ്ജു സാംസൺ 27 മത്സരമാണ് ഈ ഒരു പിച്ചിൽ കളിച്ചത്, 476 റൺസ് എടുത്തിട്ടുണ്ട്, 35 റൺസ് പെർ മാച്ച് ആവറേജ് ആയിട്ടുണ്ട്. റിയാൻ പരാഗ് 7 മത്സരമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്, 209 റൺസ് കരസ്ഥമാക്കിയിട്ടുണ്ട്, 52 റൺസ് പെർ മാച്ച് ആവറേജ് അദ്ദേഹത്തിനുണ്ട്. ബർഗർ 2 മത്സരം ഈ ഒരു പിച്ചിൽ കളിച്ച് 3 വിക്കറ്റാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫാഫ് ഡുപ്ലിസി 2 മത്സരം ഈ ഒരു പിച്ചിൽ കളിച്ച് 31 റൺസാണ് അദ്ദേഹത്തിന് പെർ മാച്ച് ആവറേജ് ആയിട്ടുള്ളത്. ഗ്ലെൻ മാക്സ്വെൽ 2 ഇന്നിംഗ്സ് ഈ ഒരു പിച്ചിൽ ബാറ്റ് ചെയ്ത് 71 റൺസാണ് പെർ മാച്ച് ആവറേജ്, 35 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത്. ബെസ്റ്റ് ക്യാപ്റ്റൻ VC ഓപ്ഷൻ സേഫ് ആയിട്ടും റിസ്കി ആയിട്ടുള്ള നോക്കുന്ന സമയത്ത് സേഫ് ആയിട്ട് ജോസ് ബട്ട്ലർ, വിരാട് കോഹ്ലി, ഗ്ലെൻ മാക്സ്വെൽ ഇവർ 3 പേരുമാണ് സേഫ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് റിസ്കി ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ രാജിത് പടിദാർ, അതുപോലെ തന്നെ കാമറോൺ ഗ്രീൻ, അഞ്ജു റാവട്ട്, ദിനേശ് കാർത്തിക്, ജയ്സ്വാൾ, അതുകൂടാതെ സഞ്ജു സാംസൺ ഇവരെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഡ്രീം 11 ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാംഗ്ലൂരു വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു പ്രിവ്യൂ ടീമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് തരാൻ പോകുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ബാറ്റിങ്ങിനും ബോളിങ്ങിനും ഈക്വൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു പിച്ചാണ്. കാരണം 2 കൂട്ടർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഗ്രൗണ്ട് കൂടെ കേട്ടോ. അപ്പോൾ 2 ആൾക്കും ഒരു ഈക്വലായിട്ട് തന്നെ നിങ്ങളൊരു ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വിരാട് കോഹ്ലി, ജയ്സ്വാൾ, ഫാഫ് ഡുപ്ലിസി 3 പേരും മസ്റ്റാണ്. അതുപോലെ തന്നെ ജോസ് ബട്ട്ലറും സഞ്ജു സാംസണും തീർച്ചയായിട്ടും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചഹാല നിങ്ങളുടെ ഓപ്ഷനാണ്. അദ്ദേഹം റീസെൻറ്റ് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ എല്ലാ മത്സരങ്ങളും ഡ്രീം ടീമിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മത്സരം കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട് തന്നെയാണ്. നിങ്ങൾ തന്നെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണേൽ നമ്മുടെ ചഹാലിനെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കാമറോൺ ഗ്രീനെ ഇടാം. ഈ ഒരു ടീം സ്ട്രോങ് ആക്കാൻ വേണ്ടി കാമറോൺ ഗ്രീനെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കാരണം അതായിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ. ഇതിൽ ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് ഏറ്റവും കൂടുതൽ നല്ല റെക്കോർഡ്സ് നമ്മുടെ സഞ്ജു സാംസണും ബട്ട്ലറിനൊക്കെ അത്യാവശ്യം റെക്കോർഡ്സ് ഉണ്ട്. വിരാട് കോഹ്ലി റീസെൻറ്റ് കളിച്ച എല്ലാ പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിക്കാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു മത്സരം നന്നായി കളിക്കാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. സോ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ക്യാപ്റ്റൻ കൊടുക്കാം. അത് നിങ്ങളുടെ ഓപ്ഷൻ തന്നെയാണ്. റിയാൻ പരാഗ് അടുത്തൊരു ബെറ്റർ ഓപ്ഷനാണ്. കാരണം അദ്ദേഹത്തിൻ്റെയും പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ റീസെൻ്റായിട്ട് എല്ലാ മത്സരവും അദ്ദേഹം നല്ല രീതിക്ക് പോയിൻറ്റ്സ് സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻസി നമ്മുടെ റിയാൻ പരാഗും, വൈസ് ക്യാപ്റ്റൻസി നമുക്ക് നമ്മുടെ വിരാട് കോഹ്ലിയും തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഗ്ലെൻ മാക്സ്വെലിനെ കൊടുക്കാം. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ടീം നോക്കാൻ ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലിസി, ജയ്സ്വാൾ, ഗ്ലെൻ മാക്സ്വെൽ, റിയാൻ പരാഗ്, അതുപോലെ തന്നെ കാമറോൺ ഗ്രീൻ, ട്രെന്റ് ബോൾട്ട്, മുഹമ്മദ് സിരാജ്, ബർഗർ ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ള. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.